നമസ്കാരം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% പിഴത്തീരുവ കൂടി ചുമത്തി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുകയാണ് അമേരിക്ക. സുഹൃത്തായി നടിച്ച് ശത്രുതാ മനോഭാവത്തോടെ ചുമത്തിയ 50% തീരുവ ഇന്ത്യൻ കയറ്റുമതി മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും വരെ പ്രതികൂലമായി ബാധിക്കാം. എല്ലാവിധ സംയമനവും തുടർന്നിട്ടും ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തി ഇന്ത്യയെ വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഇന്ത്യ. കർഷകരുടെ താൽപര്യത്തിനാണ് ഏറ്റവും വലിയ മുൻഗണനയെന്നും കർഷകരുടെയും കന്നുകാലികളെ വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ വ്യക്തിപരമായി വില നൽകേണ്ടി വന്നാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പറയുന്നു പ്രധാനമന്ത്രി. റഷ്യയിൽ നിർണായക സന്ദർശനത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും രാജ്യ താൽപര്യങ്ങൾക്കാണ് മുൻഗണനയെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ലെന്നുമുള്ള ഇന്ത്യൻ സന്ദേശം ബോധ്യപ്പെടുമോ ട്രംപിന്? അമേരിക്കൻ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ പ്രതിസന്ധികൾ മറികടക്കാൻ ഇന്ത്യക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെ? എക്കണോമിക് ബ്ലാക്ക് മെയിലാണ് അമേരിക്ക നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പ്രതിസന്ധി മറികടക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കുമോ? പരിശോധിക്കാം. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം നിർമ്മൽ എബ്രഹാം, സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ MS വേണുഗോപാൽ, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ ജിതിൻ ദേവ്, BJP പ്രതിനിധി, ശ്രീ റോണി കെ ബേബി, കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നിർമ്മൽ എബ്രഹാമിലേക്ക്. നിർമ്മൽ, 25% തീരുവ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയ്ക്കാകെയും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിരുന്നു. അതിന് പിന്നാലെയാണ് അധിക പിഴത്തീരുവ കൂടി ചേർത്ത് 50%-ലേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്ക ചുമത്തുന്ന ഏറ്റവും വലിയ തീരുവ ഇന്ത്യ ഏറ്റുവാങ്ങുമ്പോൾ സാമ്പത്തിക മേഖല നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? സാമ്പത്തിക മേഖല നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള പോലെ തന്നെ ടാരിഫ് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ട്. കാരണം ഈ അഡീഷണൽ 25% ടാരിഫ് റഷ്യൻ ഓയിൽ മേടിക്കുന്നു എന്ന പേരിലാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റഷ്യൻ ഓയിൽ വേണ്ടെന്ന് വെച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്, ടാരിഫ് കൂടുന്നതിന്റെ പ്രശ്നങ്ങൾ വേറെ വശത്തുണ്ട്. ടാരിഫ് കൂടിയാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല പ്രോഡക്ട്സും, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ജെംസ്, ജുവലറി, അങ്ങനെ ഇന്ത്യയുടെ ഒരുപാട് പ്രോഡക്ട്സിന് അമേരിക്കയിൽ വലിയ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നയിക്കുന്ന പ്രോഡക്ട്സിന് 50% ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അവിടെ 50%-ലേറെ വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം നാച്ചുറലി ശ്രീലങ്കൻ മെയ്ഡ് അല്ലെങ്കിൽ ബംഗ്ലാദേശി മെയ്ഡ് അല്ലെങ്കിൽ വിയറ്റ്നാമീസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരിക്കും ബൂം ചെയ്യുക. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് അല്പം തടസ്സം വരും. അതനുസരിച്ച് നമ്മുടെ ട്രേഡിനെ അത് ബാധിക്കും എന്നുള്ള ഒരു വശത്ത്. പിന്നെ അത് കൂടാതെ ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ട്രേഡിനെ ബാധിക്കുന്നത് കൂടാതെ ഇന്ത്യക്ക് ഇപ്പം മറ്റൊരു പ്രഷർ ഉള്ളത് റഷ്യയുമായിട്ടുള്ള ഓയിൽ ട്രേഡ് നിർത്തണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിരവധി രീതികളിൽ ബാധിക്കും. ഒന്ന്, ഇപ്പൊ റഷ്യൻ ഓയിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നത് കൂടുതലും നയര അല്ലെങ്കിൽ റിലയൻസ് പോലുള്ള പ്രൈവറ്റ് പാർട്ടികൾ മേടിച്ച് അവര് അതിന്റെ ഒരു ഭാഗം നമ്മുടെ കസ്റ്റമേഴ്സിന്, കൺസ്യൂമേഴ്സിന് തരുവാണ്. അതുകൊണ്ട് ഈ വില കുറച്ച് നാളായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. റഷ്യൻ ഓയിൽ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ, അതായത് നമ്മൾ വേണ്ടെന്ന് വെച്ച പോർഷൻ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മേടിക്കേണ്ടി വരും. കാരണം ആ ഡിമാൻഡ് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പഴയ റേറ്റിലോട്ട് പോവുകയും ആ റേറ്റ് അനുസരിച്ച് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്കറിയാം പെട്രോൾ ഡീസലിന്റെ വില വർദ്ധിക്കും. വർദ്ധിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷന്റെ വില വർദ്ധിക്കും. ട്രാൻസ്പോർട്ടേഷന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഫുഡ് പ്രോഡക്ട്സിന് വില വർദ്ധിക്കും. ഇൻഫ്ലേഷനിലോട്ട് പോകും. അങ്ങനെ ഇഷ്യൂ ഉണ്ട്. വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റഷ്യൻ ഓയിൽ, നമ്മൾ ക്രൂഡ് ഓയിൽ മേടിച്ച് വേറൊരു പങ്ക് നമ്മൾ റിഫൈൻ ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അതിൽ നിന്ന് വലിയൊരു ലാഭം ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണം, US-ലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ നമ്മൾ ഈ റഷ്യൻ ചീപ്പായിട്ടുള്ള ഓയിൽ മേടിച്ച് റിഫൈൻ ചെയ്ത് നല്ല പെട്രോളും ഡീസലും ജെറ്റ് ഫ്യൂലും ഒക്കെ ആയിട്ട് അയക്കുന്നത് നിന്നുപോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ട്രേഡിൽ ഒരു പ്രശ്നം വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യം, ഈ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 മുതൽ നമ്മൾ പല ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സും ഒപ്പുവെക്കുന്നുണ്ട്. അത് നമുക്കൊരു ഒരു പോസിറ്റീവ് സൈനാണ്. ഇപ്പൊ പക്ഷെ ഇതുവരെ ഒപ്പുവെച്ചിട്ടുള്ളതൊക്കെ ഒരുവിധം ഏറെക്കുറെ ചെറിയ രാജ്യങ്ങൾ, പോപ്പുലേഷൻ ടേംസിലെങ്കിലും ചെറിയ രാജ്യങ്ങളുമായിട്ട്, ഇപ്പൊ മൗറീഷ്യസുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്, UAE-യുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ മാസം നമ്മൾ ഡിസ്കസ് ചെയ്തത് UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ഒക്കെ ഒപ്പുവെക്കുന്നത് വഴി ഏറെക്കുറെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ട്രേഡ് ഈ രാജ്യങ്ങളിലോട്ട് റീറൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ത്യക്കുള്ള ആശ്വാസം. പക്ഷെ അത് അമേരിക്ക പോലുള്ളൊരു മാർക്കറ്റിനെ റീറൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ UK ആയിട്ടോ അല്ലെ കാനഡ ആയിട്ടോ ഓസ്ട്രേലിയ ആയിട്ടോ ഒന്നും ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വെച്ചത് കൊണ്ട് മാത്രം ആയില്ല. കാരണം അവിടെയൊക്കെ പോപ്പുലേഷൻ വളരെ ചെറുതാണ് കമ്പയർ ചെയ്ത്. ഇപ്പൊ അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 340 മില്യൺ ആളുകൾ താമസിക്കുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷേ നമ്മൾ ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള മൗറീഷ്യസ് ഒക്കെ വെറും 12 ലക്ഷം ആളുകൾ, അല്ലെ UK വെറും 7 കോടി ആളുകൾ,
കാനഡ വലിയ രാജ്യമാണെങ്കിൽ വെറും 4 കോടി ജനങ്ങളൊക്കെ വസിക്കുന്ന രാജ്യത്ത് ആയിട്ടല്ല നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്പീഡപ്പ് ചെയ്യേണ്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്. ആ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഏറെക്കുറെ അമേരിക്കയുമായിട്ടുള്ള റിലയൻസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. കാരണം ട്രംപ് ഇതുവരെ കയറിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടെന്ന് നമുക്ക് തോന്നും. കാരണം അത്രയധികം ഇവന്റ്ഫുൾ ആണ് പുള്ളിയുടെ ഓരോ ആക്ടിവിറ്റി. പക്ഷെ 3.5 വർഷം ഇനിയും ട്രംപിന് ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് ഇത്ര അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പ്രസിഡന്റ് ഇരിക്കെ അമേരിക്കയ്ക്ക് ബദലായിട്ട് മറ്റൊരു മാർക്കറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ടോക്ക് നടന്നിരുന്നു. പക്ഷെ അത് അടുത്ത വർഷങ്ങളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധി വരെ റീറൂട്ട് ചെയ്യാൻ പറ്റും ട്രേഡ്. വലിയ വെല്ലുവിളികൾ ഇല്ല, ഇന്ത്യക്ക് മറികടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളേ ഉള്ളൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പ്രാഥമികമായി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഈ തീരുവ കൂട്ടിയില്ല എങ്കിൽ തന്നെയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വ്യാപാരം നമ്മൾ നിർത്തുകയാണെങ്കിൽ, റഷ്യയുമായുള്ള ഇടപാട് നിർത്തുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി നിർമ്മൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നമ്മൾ അടുത്ത അതിഥിയിലേക്ക് പോകും മുൻപ് അമേരിക്ക ഉയർത്തിയ ഈ തീരുവയിൽ ഇന്ത്യ ഇന്ന് ശക്തമായ മറുപടി സന്ദേശം നൽകിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ MS വേണുഗോപാലിലേക്ക് എത്താം. हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है। भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा। और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. വ്യക്തിപരമായി തിരിച്ചടി നേരിടേണ്ടി വന്നാൽ പോലും കർഷകരെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ ശക്തമായ ഒരു മറുപടി ഇന്ത്യ നൽകി എന്ന് തന്നെ വേണമോ കരുതാൻ? ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദേശം ഇന്ത്യ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിലൂടെ നൽകിയെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ട്രംപ് ഇപ്പോൾ കളിക്കുന്നത് ഒന്നാന്തരം ഒരു വാതുവെപ്പുകാരൻ്റെ ശൈലിയാണ്. ഏതാണ്ട് അതിന് തുല്യമായ ഒരു മറുപടിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വാതുവെക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും വാതുവെക്കും. നിങ്ങൾ ഇങ്ങോട്ട് ട്രേഡ് ലിങ്ക്സിന് കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ വേറെ ചില സാധ്യതകൾ കണ്ടെത്തി അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ചൈനയുമായിട്ടും നമ്മൾ വലിയ ബന്ധത്തിലേക്ക് പോവുകയാണ്. ചൈനയിൽ ഇനി വരാൻ പോകുന്ന സമ്മിറ്റ്, ഷാങ്ഹായ് സമ്മിറ്റിൽ ഒരുപക്ഷെ അമേരിക്ക ഒതുങ്ങിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ കൂടി റഷ്യയുടെ പ്രഷറോടുകൂടി ചൈനയും ഇന്ത്യയും ബ്രസീലും ചേർന്ന് നടപ്പിലാക്കിയാൽ ഡോളറിന് ചില ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടാകും എന്നുള്ളത് സൂചിപ്പിച്ചു വയ്ക്കുകയാണ്. അതിപ്പോൾ നടപ്പിലാക്കുന്നതല്ല, അത്തരം അതായത് ഇങ്ങോട്ട് ഏതൊക്കെ ഭീഷണികൾ നടത്തുന്നോ അതിന് തുല്യമായ ഭീഷണികൾ നടത്തുകയാണ്. ഇവിടെ പ്രധാന പ്രശ്നം ഇപ്പോൾ റഷ്യയുടെ എണ്ണയോ ഒന്നുമല്ല. ഇന്ത്യ 2030 ലോകശക്തിയാകും, അതായത് ലോകത്തെ 3ാമത്തെ എക്കണോമിക് പവറാകും എന്നുള്ള ഒരു മെസ്സേജ് എക്കണോമിസ്റ്റുകളും ഡിപ്ലോമാറ്റുകളുമായ പല രാജ്യക്കാരുടെയും ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ അമേരിക്ക ആശങ്കയിലാണ്. അതോടൊപ്പം അമേരിക്കയുടെയും ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമീപത്തുള്ള രാഷ്ട്രങ്ങളുടെയും ഒക്കെ നയതന്ത്ര ബന്ധം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിൻസെൻ്റ് സെൻ്റ് എന്ന് പറഞ്ഞ ഒരു നിരീക്ഷകൻ്റെ അഭിപ്രായം ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാനുള്ള ഒരു നീക്കത്തിന് നമ്മൾ എതിര് നിന്നു. ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതിന് യെസ് മൂളാതിരുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതെന്നുള്ളതാണ് ഒരു കാര്യം. അതിനായിട്ട് ഇന്ത്യ എത്രത്തോളം, അതായത് എന്നോടൊപ്പം നിന്നില്ലെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കും എന്ന ശൈലിയാണ് എടുക്കുന്നത്. അതിനായിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ മുന്നോട്ട് പോകരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒരു ഭീഷണിയാകുമോ എന്ന സംശയം ഉണ്ട്. ഇന്ത്യ മുന്നോട്ട് പോയാൽ അത് ഒരുപക്ഷെ
ഈ 2030 ഞാൻ കണക്ക് പറഞ്ഞല്ലോ, അതിലെ കാൽക്കുലേഷൻ, വേൾഡ് കാൽക്കുലേഷൻ തന്നെ എന്താണെന്ന് വെച്ചാൽ റഷ്യ ഒന്നാമതെത്തും, USA രണ്ടാമത്, ഇന്ത്യ മൂന്നാമതെന്നാണ് സാമ്പത്തിക ശക്തി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇന്ത്യ മൂന്നാമത് നിൽക്കുന്നത് ഒരു പക്ഷേ രണ്ടാമതാകുകയോ അല്ലെങ്കിൽ മൂന്നാമത് ഇന്ത്യ നിൽക്കുന്നതോ അമേരിക്കക്ക് സഹിക്കാൻ പറ്റില്ല. അമേരിക്ക തീർച്ചയായും അങ്ങനെ പല വ്യാഖ്യാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ശ്രീ വേണുഗോപാൽ, ഞാൻ ചോദിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടത് താനാണ് എന്ന് ട്രംപ് ആവർത്തിച്ച് ആ അവകാശവാദം ഉന്നയിക്കുന്നത്. ഏതാണ്ട് 30ഓളം തവണ അദ്ദേഹം അത് ആവർത്തിച്ചു. പക്ഷേ ഒരിക്കൽ പോലും ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞ് ഒരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലകുറി ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ട്രംപ് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു യുദ്ധം എന്ന് തന്നെ പറയാം, സാമ്പത്തിക യുദ്ധം എന്ന് തന്നെ പറയാം. അത്തരം ഒരു സമീപനം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഏറ്റവും സുഹൃത്താണ് എന്ന് നമ്മൾ കരുതിയ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി ഇന്ന് പരോക്ഷമായ മറുപടിയാണ് നൽകുന്നത്. ഒരു പേരു സൂചിപ്പിക്കാതെ, രാജ്യത്തിന്റെ പേരോ വ്യക്തിയുടെ പേരോ ഒന്നും സൂചിപ്പിക്കാതെ ഉള്ള ഒരു മറുപടിയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് ഇത് ശക്തമായ ഇന്ത്യയുടെ മറുപടിയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ശക്തമായ മറുപടിയാണ്. പക്ഷേ അതിനോടൊപ്പം ഇനി വരാനിരിക്കുന്ന US സംഘം, ഈ മാസം തന്നെ വരുന്ന US സംഘത്തിൽ ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഒരു കൺസെഷൻ, ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അതിലൊരു കൺസെഷന് ഉള്ള സ്കോപ്പ് നമ്മൾ കളയാൻ പാടില്ല. ഒരു ഡിപ്ലോമാറ്റിക് സ്കോപ്പ് നമ്മൾ ഇവിടെ വെച്ച് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പൂർണ്ണമായും ട്രംപിനെ തള്ളാതെ പ്രകോപിക്കാതെ പറഞ്ഞത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈഗോയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തെ ഇലക്ഷന് ജയിപ്പിച്ചത് ഇലോൺ മസ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അമ്പേ പരാജയപ്പെട്ടു നിന്ന സന്ദർഭങ്ങളിൽ, രണ്ടാമത് അദ്ദേഹം ജയിക്കുമോ എന്ന് സംശയിച്ചു നിന്ന സന്ദർഭങ്ങളിലും ഇദ്ദേഹത്തിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അമേരിക്കൻ ജനതയുടെ മുമ്പിൽ ഇദ്ദേഹം ഒരു വലിയ രക്ഷകനാണെന്നും ഇദ്ദേഹം വലിയൊരാളാണെന്നും ഒക്കെ സൂചിപ്പിച്ച് പണവും സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളും സ്റ്റേജ് ഷോയും എല്ലാം നടത്തി അദ്ദേഹത്തിനെ പ്രസിഡൻ്റ് ആക്കിയത് ഇലോൺ മസ്കാണ്. ആ ഇലോൺ മസ്കിനെ തള്ളി പറയാൻ തയ്യാറായ ആളാണ് ട്രംപ്. അതായത് ട്രംപിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് സെലൻസ്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് വരുമ്പോൾ ഓവർകോട്ട് ഇടാതെ വരുന്നോ, ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസിന് പോകുമ്പോൾ അങ്ങനെ ഒരു ശൈലിയുണ്ട്, യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഉണ്ട്. പക്ഷേ അതൊക്കെ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് എടുത്തു പറഞ്ഞ് ഇതൊക്കെ രഹസ്യമായിട്ട് പറയുകയോ അല്ലെങ്കിൽ താങ്കൾ ഒരു കോട്ടിട്ട് നമുക്ക് ഒന്നിച്ച് പോയി ഇരിക്കാമെന്ന് പറയുന്നതിന് പകരം അൺപ്രഡിക്റ്റബിൾ ആണ്, യാതൊരു മാനേഴ്സും ഇല്ലാതെയാണ് അദ്ദേഹം പലപ്പോഴും പെരുമാറുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരോടും അദ്ദേഹം അതിഥിയായി സ്വീകരിക്കുന്നവരോടും ഒക്കെ അങ്ങനെയാണ്. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിൽ കയറ്റാൻ കൊള്ളാത്ത പലരെ പോലും അകത്ത് കയറ്റിയിരുത്തി ഊണ് കൊടുത്ത സന്ദർഭം നമുക്കറിയാം. ശരി, അത് മുനീറാണെന്നുള്ളത് ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ആർമിയിലെ ഒരു ചീഫിൻ്റെ ഒപ്പം നിന്ന് ആഹാരം കഴിക്കാനും സല്യൂട്ട് അടിച്ചിട്ട് പോകാനും മാത്രം ഉള്ള ഒരാളിനെ അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റാറ്റസ് മറന്നുകൊണ്ട് അവിടെ കയറ്റിയിരുത്താനും ഇദ്ദേഹം അടിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരന്റെ നിലവാരത്തിൽ നിന്ന് മാത്രം ലോകരാഷ്ട്രങ്ങളുമായി ഡീൽ ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് ട്രംപ് എന്ന് വേണമെങ്കിൽ താങ്കളുടെ വാക്കുകൾ ചുരുക്കാമെന്ന് തോന്നുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റോണി കെ ബേബി, നോക്കൂ, പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ കടന്നാക്രമണം നടത്തുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു, അതിനൊപ്പം നിന്നു പ്രതിപക്ഷം എന്ന ഒരു അവകാശവാദം നിങ്ങൾക്ക് തന്നെയുണ്ട്. അതിനുശേഷം ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നത് വേറൊരു കാര്യം. നോക്കൂ, ഇപ്പോൾ ഒരു സാമ്പത്തികമായ യുദ്ധം അമേരിക്ക ഇന്ത്യയോട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആ ഘട്ടത്തിൽ പ്രതിപക്ഷം ഈ രാജ്യത്തിന് ഒപ്പമാണോ, ഒറ്റക്കെട്ടാണോ, സർക്കാരിനൊപ്പമാണോ എന്നാണ് അറിയേണ്ടത്. രാഹുൽ ഗാന്ധി ഇന്ന് വിശേഷിപ്പിച്ചത് എക്കണോമിക് ബ്ലാക്ക് മെയിൽ എന്നാണ്. ആ നിലയ്ക്ക് ഒറ്റക്കെട്ടാണോ പ്രതിപക്ഷം? സുഹൃത്തായി നടിച്ച് ശത്രുവായി മാറിയ ഡൊണാൾഡ് ട്രംപിനെ നമുക്ക് ആ രീതിയിൽ ഡീല് ചെയ്യാൻ കഴിഞ്ഞോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. രാഹുൽ ഗാന്ധി ഉപയോഗിച്ച വാക്ക് വളരെ കറക്റ്റാണ്, എക്കണോമിക് ബ്ലാക്ക് മെയിൽ. അത് തന്നെയാണ് ഇവിടെ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്തസ്സും ആത്മാഭിമാനവും ഉള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഒരു സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്ക ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് നിന്നു കൊടുക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്, അതോ അതിനെ അതിശക്തമായി പ്രതിരോധിക്കുകയാണോ തിരിച്ചടിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ സംഭാഷണം, അദ്ദേഹം ഇന്ന് നടത്തിയ ആ പ്രസംഗം, അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ ശബ്ദം ഉൾപ്പെടെ വളരെ ദുർബലമായിട്ടുള്ള പ്രതികരണമാണ്. നമ്മളെ 24 മണിക്കൂറിൽ 2-3 തവണ ഇന്ത്യയെ പേരെടുത്ത് പറഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അതേ ഭാഷയിൽ തിരിച്ചടിക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത്?
ഇപ്പോൾ പറയുന്നത് എന്താ, ഈ മാസം അവസാനം അമേരിക്കയുടെ വ്യാപാര സംഘം അല്ലെങ്കിൽ അവരുടെ സംഘം ഇങ്ങോട്ട് വരുന്നു, ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമുക്ക് കുറെ ഇളവുകൾ കിട്ടുമായിരിക്കും, നമുക്ക് ചില കൺസെഷൻസ് കിട്ടുമായിരിക്കും. അങ്ങനെ ഇളവുകൾ പ്രതീക്ഷിച്ച് കൺസെഷൻസ് പ്രതീക്ഷിച്ച് നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കി നിൽക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ പ്രസക്തമായ ചോദ്യം. നമ്മളോട് ഇങ്ങോട്ട് ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ അതേ രീതിയിൽ തന്നെ അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ നമുക്ക് കഴിയാതെ പോകുന്നത്? അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എത്രമാത്രം പ്രകോപനം അമേരിക്ക ഇവിടെ സൃഷ്ടിച്ചാലും നമ്മുടെ പ്രതികരണം ദുർബലമായിരിക്കും. കാരണം എന്താ, നമുക്ക് വലിയ ശ്രീ റോണി കെ ബേബി, കർഷകരുടെ താല്പര്യം ബലികലിക്കില്ല എന്നത് വളരെ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ പേരെടുത്തു പറഞ്ഞുള്ള പ്രസ്താവനകൾ വേണമെന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെന്തെങ്കിലും ഗുണം ചെയ്യുമോ അങ്ങനെയുള്ള ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ? ഒരിക്കലും അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയത്തെ അല്ല ഞാനിവിടെ പറയുന്നത്. കാരണം ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒരു ഡിപ്ലോമസി ഉണ്ട്, സംസാരിക്കേണ്ട ഭാഷയുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് കുറെ കൺസെഷൻസ് കിട്ടും എന്ന ഒരു ദയനീയതയിൽ നിന്നുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ആ ദുർബലാവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ടതില്ല. പക്ഷെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക്, ഞാൻ പറയുന്നത് അമേരിക്കയെ പ്രകോപിക്കാവുന്ന രീതിയിലോ അറ്റാക്ക് ചെയ്യാവുന്ന രീതിയിലല്ല, പക്ഷെ കുറച്ചുകൂടി നമ്മുടെ ഒരു ദേശീയ താല്പര്യങ്ങൾ, ഒരു നാഷണൽ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അമേരിക്ക കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ് എന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായി ഇറങ്ങുന്ന വാർത്താക്കുറിപ്പിലൂടെ നമ്മൾ കാണുന്നതാണ്. ആ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ കാല് പിടിക്കാൻ പോകുന്നില്ല, അഭ്യർത്ഥിക്കാൻ പോകുന്നില്ല, ഇത് നേരിടാൻ പോകുകയാണ്. മാത്രവുമല്ല, റഷ്യയുമായുള്ള ഇടപാടുകൾ നിർത്തണം എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ തീരുമാനത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് ഉടൻ തന്നെ ഇന്ത്യയിലെത്തും എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു. അപ്പോൾ റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയല്ല, രാജ്യ താല്പര്യത്തിന് രാജ്യത്തിന്റെ ആവശ്യമനുസരിച്ചുള്ള പർച്ചേസിന് ഉള്ളത് പരമാധികാരമാണെന്നും അത് തുടരുമെന്നും വ്യക്തമാക്കുന്നു. ആ രാഷ്ട്രവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനോടൊപ്പമാണ് പ്രധാനമന്ത്രി ഈ മറുപടി കൂടി നൽകുന്നത്. അത് പോരാ, ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞാലേ പ്രതിപക്ഷത്തിന് ഉറക്കം വരൂ എന്നൊരു സാഹചര്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ എക്കണോമിക് ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ സംശയ നിഴലിൽ നിർത്തുകയാണ്. ജനങ്ങളുടെ താല്പര്യം ബലി കഴിക്കരുത് ഈ അവസരത്തിൽ എന്ന് ഉപദേശിക്കുകയാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ പ്രധാനമന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? നമ്മൾ ഇവിടെ സംസാരിക്കുന്ന മുഴുവൻ ഒരു വ്യാപാര ടേംസിലാണ്, അല്ലെങ്കിൽ ഒരു ട്രേഡിന്റെ ടേംസ്, അത് മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്താ, നമ്മൾ ഇപ്പോൾ BJP അനുകൂലിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു നരേറ്റീവ്, ഇന്ത്യ ലോകത്തെ ഒരു സാമ്പത്തിക വൻശക്തിയായി മാറാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായി നമ്മളൊരു വൻശക്തി ആകാതിരിക്കാൻ വേണ്ടി, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അമേരിക്ക ചെയ്യുന്ന ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷേ അതിന് മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കാരും അമേരിക്കയുടെ മുമ്പിൽ ഭീഷണി എന്ന് പറയുന്നത് ചൈനയാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്നും ഇന്ത്യയെക്കാളും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 5000 കോടി ഇതിനടുത്തായിരുന്നു നമ്മൾ ഇറക്കുമതി ചെയ്തതെങ്കിൽ 7000-ത്തിനപ്പുറമാണ് പിന്നെ ഈ പറയുന്ന ചൈന ഇറക്കുമതി ചെയ്തത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ചുമത്തുന്ന അതേ ചുങ്കം അമേരിക്ക ചൈനയ്ക്ക് ചുമത്താത്തത്? അതുകൊണ്ടാണല്ലോ അവരുടെ ചുങ്കത്തിന് ലോജിക് ഇല്ല എന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ടാണല്ലോ ഈ താരിഫ് ചുമത്തുന്നതിന് യാതൊരു ലോജിക്കും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രേഡ് ആൻഡ് എക്കണോമിക് ടേംസിൽ മാത്രം ഇതിനെ നമ്മൾ നിർത്തരുത്. ഇതിന്റെ അകത്തുള്ള ഒരുപാട് വരുന്ന പൊളിറ്റിക്കൽ ഡൈമെൻഷൻസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ വിദേശ നയത്തിന് പോലും പാളിച്ചു വന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് അമേരിക്ക കൂടുതൽ അടുക്കുന്നു? 2 മാസത്തിനകം ഈ പറയുന്ന അസീം മുനീർ, അതായത് 2 തവണയാണ് വൈറ്റ് ഹൗസ് സന്ദർശിച്ച് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംഭാഷണം നടത്തുന്നത്. അപ്പോൾ അതിന്റെ അകത്ത് ഭാവിയിൽ വരാൻ പോകുന്ന ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇറാൻ ഫോക്കസ് ചെയ്തുകൊണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഇറാനിലുള്ള താല്പര്യം വെച്ച് അമേരിക്കയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണ്, ഇന്ത്യക്കാരുമുള്ള ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ഇതിന്റെ അകത്ത് വരുന്ന ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ എലമെന്റ്സ് നമുക്ക് മുൻകൂട്ടി, ഇപ്പോൾ ഇവിടെ പറയുന്നു ഷാങ്ഹായിലേക്ക് ഇന്ത്യ ചൈനയ്ക്ക് ചർച്ചയ്ക്ക് പോകുന്നു. ചൈനയുമായിട്ട് നമ്മൾ ഇനി നമുക്ക് എങ്ങനെ ചൈനയെ വിശ്വസിക്കാൻ വേണ്ടി കഴിയും? ഇപ്പോൾ പറയുന്നത് ഇനി ചൈനയുമായിട്ട് നമ്മൾ അമേരിക്കയെ മറികടക്കാൻ വേണ്ടി ഒരു ഫ്രീ ട്രേഡ് വയ്ക്കുന്നു എന്ന് വെക്കുക. ചൈനയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വലിയ ഇമ്പോർട്ട് വരാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ, ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇവിടെ ചെറുകിട വ്യവസായ മേഖലയുടെ ആത്മഹത്യയായിരിക്കും.
മരണമായിരിക്കും. ശ്രീ റോണി കെ ബേബി, പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു കാര്യം വരുമ്പോൾ താങ്കൾ എന്തിനാണ് ഇത്രയധികം ആശങ്കപ്പെടുന്നത്? അവിടെ ഒരു ചർച്ചകൾ തുടങ്ങിയിട്ടില്ല, അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ അറിയാൻ പോകുന്നില്ല, ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് എത്തുമോ എന്നറിയില്ല, എന്തൊക്കെയാണ് അതിന്റെ വ്യവസ്ഥകളെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പണ്ട് പറയുമല്ലോ, നദി പറ്റുകയും അപ്പുറത്തിരിക്കുന്ന പട്ടി വരികയും കടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴേ ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വേണുഗോപാൽ, താങ്കൾ ആണ് ആവർത്തിച്ച് ശക്തമായ മറുപടി എന്ന് പറഞ്ഞത് താങ്കൾ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് BJP അതിഥിയിലേക്ക് പോവാം. അല്ല, ഇതിനകത്ത് നമ്മൾ വാക്കുകൊണ്ടല്ല മറുപടി പറയേണ്ടത്. നരേന്ദ്രമോദി ചെയ്തത് അതാണ്. വാക്കുകൊണ്ടുള്ള മറുപടിക്ക് പ്രസക്തി, ഡിപ്ലോമസിയിൽ വാക്കുകൊണ്ടുള്ള മറുപടിയേക്കാൾ പ്രധാനം പ്രവൃത്തി കൊണ്ടുള്ള മറുപടിയാണ്. പ്രവൃത്തി കൊണ്ടുള്ള മറുപടി ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റഷ്യയുമായി ബന്ധം കൂടുതലാക്കി, കൂടുതൽ ഓയിൽ അവിടെ നിന്ന് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചൈനയുമായുള്ള ബന്ധം ശക്തമാക്കുന്നു. ചൈന നമ്മളോട് പറയുന്നു നമ്മളും നിങ്ങളും ചേർന്നാൽ ലോകത്തിൽ ശക്തിയാണ്. അത് സംശയമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചൈനയെ വിശ്വസിച്ചിട്ടല്ല ചെയ്യുന്നത്. നമുക്ക് ഈ സാഹചര്യത്തിൽ ചൈനയെ ഒപ്പം നിർത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിർത്തുമ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഭയം ചില്ലറയല്ല. ഈ പ്രതിസന്ധി മറികടക്കാൻ കൂടെ നിർത്താൻ പറ്റുന്ന എല്ലാവരെയും നിർത്തുകയാണ്. 57 ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുമായി ഇന്ത്യ ഗവൺമെന്റ് ബന്ധപ്പെട്ട് കഴിഞ്ഞു. എന്തിനാണ് ബന്ധപ്പെട്ടത്? അമേരിക്കയ്ക്ക് ബദലായ ഒരു വെല്ലുവിളി ഞങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത നാഷണൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അടുത്ത കാനഡയാണ് നമ്മൾ ബന്ധപ്പെടാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഓരോ പോയിന്റിലും ഇത് 50 ബില്യൺ ഡോളറിൻ്റെ കാര്യമാണ്. അത് ആ ട്രേഡ് ഡെഫിസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണ്. ഇത് നമുക്ക് 0.5% ആയിരിക്കും GDP വ്യത്യാസം, അല്ലെങ്കിൽ 2% ആയിരിക്കും GDP വ്യത്യാസം വരുന്നത്. ആ വ്യത്യാസം നമ്മൾ മറികടക്കാനുള്ള പാതയിലാണ് നമ്മൾ. വിശദീകരിക്കാം. ശ്രീ ജിതിൻ ദേവ്, ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തിനുള്ളിൽ വരുന്ന കാര്യങ്ങളിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ച് എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണം എന്നതിൽ തീരുമാനമെടുക്കാൻ ഉള്ളത് രാജ്യത്തിന്റെ അധികാരമാണ്. അതാണ് ഇന്ത്യ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മറ്റ് ഇടപെടലുകൾക്ക് യാതൊരു സാധ്യതയും ഇന്ത്യ കൽപ്പിക്കുന്നില്ല. പ്രധാനമന്ത്രി ഇന്ന് നൽകിയ സന്ദേശവും അതുതന്നെയാണ്. പക്ഷേ നമുക്കറിയാം ഹൂസ്റ്റണിൽ നടന്നത് എന്താണ് എന്നത്. അമേരിക്കയുടെ ആഭ്യന്തര കാര്യമാണ് അവിടുത്തെ ഇലക്ഷൻ. അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അവിടെ പോയി വാദിച്ചത് ഇതേ നരേന്ദ്രമോദിയാണ്. അന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളൊക്കെ അതിനെ ന്യായീകരിക്കുന്നത് കണ്ടു. നോക്കൂ ഊഷ്മളമായ ബന്ധം നോക്കൂ, ഇന്ത്യക്ക് അമേരിക്ക എന്തോ ഫ്രീ ആയിട്ട് എത്തിക്കുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു. അതിനൊക്കെ കൂടി ചേർത്തിഞ്ഞ് തന്നതാണോ ട്രംപ്? ഇപ്പോൾ ട്രംപിനെ നമ്മൾ അത്തരത്തിലല്ല കാണേണ്ടത്. ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഓരോ സമയത്തും എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ തന്നെ വേണുഗോപാൽ സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. ട്രംപ് അധികാരത്തിലെത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് എലോൺ മസ്ക്. എലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എത്രത്തോളം മോശപ്പെട്ട സാഹചര്യത്തിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ട്രംപിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ രാജ്യം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് അസ്വസ്ഥനാവും. കാരണം ഇത്രയും കാലം ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന, മാടമ്പി ഭരണം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് ബദലായിട്ട് ഒരു 140 കോടി ജനങ്ങളുടെ പിൻബലമുള്ള, അതിൽ കൂടുതൽ യുവാക്കളുള്ള, ധാരാളം അവസരങ്ങളുള്ള, റിസോഴ്സസ് ഉള്ള ഒരു രാജ്യം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഈ കാണിക്കുന്നത്. അത് ട്രംപ് ആയതുകൊണ്ട് കുറച്ചും കൂടെ മോശപ്പെട്ട രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതിനെ ഒന്നും ഇന്ത്യ പേടിച്ച് പുറകോട്ട് പോകില്ല. ഇനിയിപ്പം ഇത് റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കുന്നു എന്നുള്ളത് ഒരു കാരണം മാത്രമാണ് ട്രംപ് പറഞ്ഞത്. അന്ന് ഈ റഷ്യയിൽ നിന്ന് നമ്മൾ ഇതേ തരത്തിൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞ ഒരു വാചകം നമ്മൾ നോക്കണം. നമ്മൾ വാങ്ങിക്കുന്ന റഷ്യനാണെന്നല്ല, നമുക്ക് ആരാണോ വില കുറച്ച് തരുന്നത് അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ സംഭരിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, ദേശ താല്പര്യമാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അത് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. കർഷകർക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഇവിടുത്തെ ഈ സെക്ടറുകളെ തകർക്കാനുള്ള ഒരു നിലപാടിനെ അംഗീകരിക്കാൻ തയ്യാറാകില്ല. അത് നമ്മൾ സുദിക്തമായി ദൃഢമായി പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നത്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ ശരീരഭാഷ കണ്ടോ, ഡയലോഗ് കണ്ടോ? അതൊക്കെ വളരെ ബാലിശമായ ആരോപണങ്ങളാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ കൃത്യതയുള്ള മറുപടിയാണ്. അല്ലാതെ ട്രംപെ എന്ന് വിളിച്ച് അങ്ങനൊന്നും പറയാൻ നരേന്ദ്രമോദിയെ കിട്ടില്ല. അത്തരത്തില് വിടുവായത്തരവും ഒന്നും പറയുന്ന ആളല്ല നരേന്ദ്രമോദി. ചിലപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമായിരിക്കും. അതുമായിട്ട് ഒരിക്കലും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഈ രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് മുൻനിർത്തിക്കൊണ്ടാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ മാറാൻ കഴിയും. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ തീരുമാനം ഒരു കുറഞ്ഞ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ട്രംപിന്റെ പേര് പറയണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലല്ല ഞാൻ ചോദിച്ചത്. ഈ ട്രംപ് ഏത് തരം വ്യക്തിയാണ് എന്നുള്ളത്
എപ്പോൾ തന്നെ വെളിപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മത്സര രംഗത്തേക്ക് വരുമ്പോൾ പോലും അതറിയാമായിരുന്നു. ആ ട്രംപിനെയാണല്ലോ അവിടെ പോയി മോദി പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് മേൽ നിന്നുകൊണ്ടാണല്ലോ അതിൽ ഒരു രാഷ്ട്ര നേതാവ് ഒരു രാഷ്ട്ര നേതാവ് ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ വിമർശന വിധേയമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷവും വലിയ രീതിയിലുള്ള ഊഷ്മള ബന്ധമാണ് ഞാനും ട്രംപും എന്ന് കാണിക്കാനുള്ള ട്രംപിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, അങ്ങനെയുള്ള ദൃശ്യവിരുന്നുകൾ ഒരുക്കുന്നു. ഞാൻ പറഞ്ഞത് ആ സൗഹൃദം ഇന്ത്യക്ക് ഒരു വിധത്തിലും ഉപകാരപ്പെട്ടില്ല എന്ന് മാത്രമല്ല, എന്താണോ ട്രംപ് അത് വെളിപ്പെടുക കൂടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ രാഷ്ട്രങ്ങളുമായി തുടർന്ന് വന്ന ബന്ധത്തിനപ്പുറം പ്രതീക്ഷിച്ച് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ വെറുതെ ആയില്ലേ എന്നതാണ് എന്റെ ചോദ്യം. ജിയോ പൊളിറ്റിക്സിൽ സുഹൃത്ബന്ധം ഒന്നുമില്ല. ജിയോ പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ പോലെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ താല്പര്യങ്ങളാണ് ട്രംപിന് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അവിടുത്തെ ഇന്ത്യക്കാരുടെ വോട്ട് കിട്ടാൻ മോദി ഉപയോഗിച്ചു. ഇപ്പൊ തള്ളി പറഞ്ഞു, അത്രേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാഷ്ട്രവുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചത് വ്യക്തിപരമായ ഏതെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ രാജ്യത്തിന്റെ വ്യക്തിപരമായ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നല്ല ശ്രീ ജിതിൻ, ഇന്ത്യൻ താല്പര്യങ്ങളായിരുന്നില്ല അതിന് പിന്നിലെന്നത് നമുക്ക് വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിനുള്ള ഒരു പാവയായി മോദി മാറി. ഇന്ന് നിങ്ങൾ എല്ലാവരും സൂചിപ്പിക്കുന്ന സാഹചര്യം, ട്രംപ് നമുക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഈ 50% തീരുവ, അവിടെ ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണോ നരേന്ദ്രമോദി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് അടിയറവ് പറഞ്ഞ രീതിയിലാണോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തലാക്കുന്നതിൽ ഞാൻ ഇടപെട്ടു എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കാൻ നമ്മൾ തയ്യാറായില്ലേ? അത്തരത്തിലൊരു ബാഹ്യ ഇടപെടലും ഈ കാര്യത്തിൽ നടന്നിട്ടില്ലേ എന്ന് നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ വ്യക്തമാക്കിയില്ലേ? അതുകൊണ്ട് ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബിജെപിക്കോ നരേന്ദ്രമോദിക്ക് താല്പര്യമില്ല. നമ്മൾ സംരക്ഷിക്കുന്ന ഈ രാജ്യത്തിന്റെ താല്പര്യമാണ്, ദേശ താല്പര്യം മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആപ്പിളിന്റെ മേധാവി ടിം കുക്കിന്റെ വാർത്താ സമ്മേളനം. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഐഫോണുകൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഉൾപ്പെടെ കേട്ടതല്ലേ? പുതിയ കമ്പനികൾ ഈ രാജ്യത്തേക്ക് വരുന്നു. ആപ്പിൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഫോക്സ്കോൺ പോലുള്ള സെമി കണ്ടക്ടറുകൾ ഇന്ത്യയിൽ അവരുടെ യൂണിറ്റുകൾ ആരംഭിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയെ, മാനുഫാക്ചറിംഗ് മേഖലയെ, എല്ലാ മേഖലയെയും സമസ്ത വികസനത്തിലേക്ക് കൊണ്ടുവന്ന നടപടികളിൽ നമ്മൾ പോകുന്നത്. അല്ലാതെ ട്രംപ് വന്ന് 25% ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ടില്ല, 50% ആക്കിയും ഓഹോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് വളരെ കൃത്യമായി മോഡിജി പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്, ഫൊക്കാന പ്രതിനിധി. ശ്രീ സജിമോൻ ആന്റണി, ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിങ്ങളൊക്കെയും അഭിമാനത്തോടു കൂടി കണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ നോക്കൂ, ഇപ്പോൾ ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് എന്ന തരത്തിൽ ഇരു രാഷ്ട്രങ്ങളും എത്തപ്പെട്ടിരിക്കുകയാണ്. അക്കാര്യങ്ങളിൽ ആശങ്കയുണ്ടോ? ഏത് നിലയിൽ ഇത് മുന്നോട്ട് പോകും എന്നതാണ് താങ്കൾ കരുതുന്നത്? ട്രംപ് അസാധാരണമായ വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അത് വലിയ മോശം പരാമർശങ്ങളും പരിഹാസങ്ങളുമായി പോലും രാജ്യം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യമൊക്കെയുണ്ട്. നൊബേൽ സമ്മാനം നേടുക, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലാണോ ട്രംപ് ഇതൊക്കെ ഇന്ത്യയോട് ചെയ്യുന്നത്? ഈ അരേണുക പെട്ടെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഒരു പരിധിവരെ യോജിക്കുന്നു, എന്നാൽ ചില അഭിപ്രായങ്ങളോട് ചില വ്യത്യാസങ്ങളും ഉണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പണ്ട് കണ്ട ഒരു മലയാളം മൂവിയാണ്. ഒരു നായകൻ ഒരേ സമയം സ്വന്തം ഭാര്യയെയും സ്വന്തം കാമുകയെയും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു സുപ്രഭാതത്തില് പ്ലെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു. ആ ഒരു സമയത്ത് രണ്ടുപേരും മാനേജ് ചെയ്യാനുള്ള ബന്ധപ്പാട്, അതാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലൈറ്റ്ലി പറയുവാണെങ്കിൽ. എന്നാൽ ഇതൊരു വാണിജ്യ യുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റ് ഏത് യുദ്ധം നടക്കുന്ന പോണക്ക് തന്നെ, ഇപ്പം ഗാസ ഇസ്രായേലുള്ള ആ യുദ്ധം നടക്കുന്നു, യുക്രൈൻ റഷ്യ നടക്കുന്നു, കഴിഞ്ഞ മാസം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. പലപ്പോഴും യുദ്ധത്തിനകത്ത് ഒരു പെർമനന്റ് സ്ഥായിയായ ഒരു വിജയം ഇല്ല എന്ന് നമുക്കറിയാം. കാരണം കഷ്ടപ്പാടും ദുരിതവുമായിരിക്കും രണ്ട് സൈഡിനും വരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്ന് പറഞ്ഞു പോണക്ക് തന്നെ ഈ ഒരു വാണിജ്യ യുദ്ധത്തിനകത്തും പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു തീഷ്ണമായ ഈ ഒരു അവസരത്തിൽ രണ്ടുപേർക്കും പരിക്ക് പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. മുമ്പ് പറഞ്ഞ പാനലിസ്റ്റുകളോട് ചില കാര്യങ്ങൾ യോജിക്കുന്നു, ചില കാര്യങ്ങൾ വിയോജിക്കുന്നു. കാരണം ഇന്ത്യ വളരുന്നുണ്ട്, മൂന്നാമത്തെ രാഷ്ട്രമായി 2030 വരുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്ക പാനിക്കാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ വിയോജിക്കുന്നു. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റേഷ്യ അന്തരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാർക്കറ്റ് 3 മില്യൺ നിൽക്കുകയാണെങ്കിൽ അമേരിക്ക 33 മില്യണിലാണ്. അപ്പോൾ ഓഫ് കോഴ്സ്
ഇന്ത്യക്ക് എങ്ങനെ ഒരു സ്ട്രാറ്റജി മുന്നേക്കുണ്ടോ അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒരു സ്ട്രാറ്റജി മുന്നിലേക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ചില കാര്യങ്ങളിൽ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെ ഒരു ഇരട്ടത്താപ്പ് വിളിച്ചു താവുകയാണ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി അല്ലെ ഈ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ 10-13 വർഷമായിട്ട് നിരന്തരം അമേരിക്കയുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള എല്ലാ അപ്പീലിങ്ങും നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അവര് പലപ്പോഴും പ്രതിപക്ഷത്തെ അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. 70കളിലും 80കളിലും ഒക്കെ അമേരിക്കയുമായിട്ടായിരുന്നു ബന്ധം സ്ഥാപിക്കേണ്ടിയിരുന്നത്, റഷ്യയുമായിട്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പല ചേരിയിലും വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാറുന്ന സാഹചര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും ഒരു സൈഡിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യ എങ്ങനെ ഇന്ത്യയുടെ സ്റ്റാറ്റസ് കോ ചേഞ്ച് ആക്കാൻ ശ്രമിക്കുന്നോ അതേ രീതിയിലൊരു സ്റ്റാറ്റസ് കോ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ വിട്ട് കളഞ്ഞിട്ട് ഇന്ത്യയെ ഒരു സുഹൃത്തായി എടുക്കുകയും അങ്ങനെയാണെങ്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെ ബെറ്റർ പൊസിഷനിങ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാവുകയും ആ ഒരു സമയത്ത് പാകിസ്ഥാനെ തള്ളിപ്പറയാനുള്ള അല്ലെങ്കിൽ കുറച്ച് പുറകിൽ നിർത്താനുള്ള ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സെന്റിമെന്റ് എന്ന് പറയുന്നത് 2.8% തീരുവയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് വരുമ്പോൾ ചുമത്തുന്നത്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ 30, 40, 50, 70 ഈവൻ 100% തീരുവ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പം അത് ഇക്കണോമിക്കലി സസ്റ്റൈനബിൾ അല്ല എന്നും അവരൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നും ഉള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പോളിസി ഷിഫ്റ്റ് ട്രംപ് പ്രപ്പോസ് ചെയ്തത്. എന്നാൽ എങ്ങനെയാണ് ഈ പോളിസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് അമേരിക്കയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും അതിനകത്ത് യോജിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഓവറോൾ അമേരിക്കൻ ജനത അമേരിക്കൻ ഇക്കണോമി അല്ലെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും അവികസിത രാജ്യങ്ങൾ ഒരു പരിധിവരെ ചൂഷണം ചെയ്യുന്നു. അവിടെയുള്ള സ്വത്തുക്കളെല്ലാം വെറുതെ പോവുകയാണ്. അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു മജോറിറ്റി ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് ഏത് ആംഗിളിലാണ് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇന്ന് രാത്രി കൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഫോർ എവർ ഇല്ലാതാവുകയോ അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം വരുവോ അല്ലെങ്കിൽ ഒരു വാണിജ്യ യുദ്ധം വരുവോ പെർമനന്റ് ആയിട്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ട് രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ചില സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്. ട്രംപിന്റെ ഭാഗത്തു നിന്ന് ചില അഗ്രസീവ് ആയിട്ടുള്ള പോസ്റ്ററുകളും ഡിറ്റർമിനേഷൻസും കാര്യങ്ങളും ഉണ്ട് ട്രംപിന് ഇന്ത്യയുടെ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതേസമയം അതിനൊരു കൗണ്ടർ കൊടുക്കുക എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ നയവും. അപ്പൊ ആ ഒരു രീതിയിലുള്ള നയങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി, ശ്രീ നിർമ്മൽ എബ്രഹാം, അതാണ് പൊതുവെ കരുതപ്പെടുന്ന കാര്യങ്ങൾ. കാരണം അമേരിക്ക മാക്സിമം സമ്മർദ്ദം, ട്രംപ് മാക്സിമം സമ്മർദ്ദം ചെലുത്തുന്നു, വിലപേശൽ നടത്തുന്നു. 27-ന് മുൻപ് ഇത് നടപ്പാകുന്നതിന് മുൻപ് ഒരു വാണിജ്യ കരാറിലേക്ക് എത്താൻ പറ്റുമോ, അതിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന മാക്സിമം സമ്മർദ്ദമാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ ഇന്ത്യൻ താല്പര്യങ്ങൾ ബലീകരിക്കാനില്ല എന്ന ഒരു സന്ദേശം ഇന്ത്യയും തിരിച്ചു നൽകുകയാണ്. നോക്കൂ, രാഷ്ട്രീയപരമായി കൂടി ആത്മഹത്യാപരമാണ് ഈ ട്രംപ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം കർഷകരെ വെറുപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് വളരെ എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രാജ്യ താല്പര്യങ്ങൾ ബലികഴിക്കുക സാധ്യമല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ പകരം എന്ത് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെ? ഇല്ല, ഒന്ന് ഈ 50% ടാരിഫ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം. ആദ്യത്തെ 25% നേരത്തെ ട്രംപ് പറഞ്ഞതാണ് 3 മാസത്തിനുള്ളിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് റീഇൻസ്റ്റേറ്റ് ചെയ്തതാണ്. അടുത്ത 25% റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഞാൻ ഇതിനെ കാണുന്നത് ട്രംപ് ഈ പറയുന്ന നമ്മൾ അമേരിക്കയായിട്ടൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ലെ ട്രേഡ് ഡീലിനുള്ള ടോക്സ് നടക്കുന്നുണ്ടായിരുന്നു. ട്രംപിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഏത് ട്രേഡ് ഡീലോ അല്ലെങ്കിൽ ഏത് ടാരിഫ് ഡീലിലോട്ടോ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഇതുപോലെ കുറെ നമ്പേഴ്സ് മുന്നോട്ട് വെക്കും. അത് പബ്ലിക്കലി മുന്നോട്ട് വെക്കും, സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയൊക്കെ അതങ്ങ് ബൂസ്റ്റ് ചെയ്ത് ആ രാജ്യത്തെ ഒരു സ്പോട്ടിലാക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ടേമിൽ ചൈനയ്ക്കെതിരെ ചെയ്തിരുന്നു, അതായത് ടാരിഫ്സ് വർദ്ധിപ്പിക്കും എന്ന് പബ്ലിക്കലി പറയുകയും സോഷ്യൽ മീഡിയ വഴി അത് ഒരുപാട് തവണ കേൾക്കുകയും പിന്നീട് ചൈന ഒരു പരിധി വരെ താഴ്ന്നു കൊടുക്കുകയും ചെയ്തു. സ്വന്തം നെയ്ബർ ആയിട്ടുള്ള മെക്സിക്കോയോട് അത് ചെയ്തു, ഇന്ത്യയോട് അത് ചെയ്തു. ഇപ്പൊ നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ച പോലെ 75% ടാക്സ് ഹാർലി ഡേവിഡ്സൺ ഉണ്ടായിരുന്നപ്പോൾ ട്രംപ് അത് എടുത്തു പറഞ്ഞു, ഇത് ഇത്രയും ടാക്സ് ഉണ്ട്, ഞാൻ
നിങ്ങൾ മര്യാദയ്ക്ക് അത് കുറച്ചില്ലെങ്കിൽ വിവരം അറിയും എന്ന് പറഞ്ഞതോടെ അന്ന് 50% ഇന്ത്യ താഴ്ത്തി. അപ്പൊ ഇത് ട്രംപിന്റെ ഒരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് കാണാം. കാരണം 50% ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാരിഫ് അടയ്ക്കുന്നത് ഇവിടെയുള്ള എക്സ്പോർട്ടർ അല്ല, അങ്ങോട്ട് അയച്ചു കഴിയുമ്പോൾ അവിടെയുള്ള അമേരിക്കക്കാരനായിട്ടുള്ള ഇമ്പോർട്ടർ ആണ് ഈ ടാക്സ് അടയ്ക്കുന്നത്. അവിടെയുള്ള കസ്റ്റമേഴ്സ് ആണ് ഈ പൈസ കൊടുക്കേണ്ടത്. ഇന്ത്യക്ക് മാർക്കറ്റ് പോകുന്നുള്ളത് ശരിയാണ്, പക്ഷെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്ട്സ് ചില സെഗ്മെന്റ്സിലൊക്കെ അവർക്ക് കിട്ടാതെ വരിക, അല്ലെങ്കിൽ കിട്ടാനുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും ബാധിക്കുന്നതുകൊണ്ട് ട്രംപ് ഈ 50% വെച്ച് എന്നേക്കുമായിട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് ടോക്ക് വരുന്ന സമയത്ത് ഇതൊരു പക്ഷേ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ നിർമ്മൽ, ഇപ്പോൾ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തുണിത്തരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവ് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാകും. പക്ഷേ അത് റീപ്ലേസ് ചെയ്യാൻ മറ്റു രാഷ്ട്രങ്ങൾക്ക് സാധ്യതയില്ല. ഇപ്പോൾ ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ഒക്കെ ആയാലും അവർക്ക് താരിഫ് കുറവാണ്. അവർക്ക് ആ സാഹചര്യങ്ങൾ റീപ്ലേസ് ചെയ്യുക എന്നത് ഒരു സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അതുപോലെ തന്നെയാണ് ഈ മത്സ്യ സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള കയറ്റുമതിയിലും. അങ്ങനെ ഇന്ത്യയെ റീപ്ലേസ് ചെയ്ത് മറ്റേഷ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ആ സ്പേസ് കയ്യേറാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടില്ലേ ഇത്? ശരിയാണ്. കാരണം ടെക്സ്റ്റൈലിൽ ബംഗ്ലാദേശും ശ്രീലങ്കയും വിയറ്റ്നാമും ഒക്കെ ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മേജർ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും എക്സ്പോർട്ടേഴ്സും. തീർച്ചയായിട്ടും അവർക്ക് അത് എടുക്കാം. പക്ഷേ ട്രംപ് ബുദ്ധിപൂർവ്വം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇറപ്ലേസിബിൾ എന്ന് പറയാൻ പറ്റുന്ന ചില സെഗ്മെന്റ്സ്, ഇപ്പൊ IT സെക്ടർ, ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ അദ്ദേഹം ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ ഡാമേജ് ഇന്ത്യക്കാണ്. എന്നാൽ അമേരിക്കയ്ക്കും ഇതിന്റെ പ്രഷർ വരാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇതിനെ മറികടക്കണമെന്ന് വെച്ചാൽ അത്ര സിമ്പിൾ അല്ല. പക്ഷേ ഇത് ഈ 50% എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ, അതായത് ട്രംപ് 20 ദിവസം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ. കാരണം നെഗോഷിയേഷന് നിങ്ങൾ മുന്നോട്ട് വാ, നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കുറെ ടേംസ് എങ്കിലും ഇന്ത്യ ട്വീക്ക് ചെയ്യേണ്ടി വരും. ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് കർഷകരെ ബാധിക്കുന്നത്, ഇപ്പൊ സീ ഫുഡ് എക്സ്പോർട്ട് ഉണ്ട്, സ്പൈസസിന്റെ എക്സ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സിന്റെ എക്സ്പോർട്ട് ഉണ്ട്. അവിടെയൊക്കെ ദയവ് ചെയ്ത് തുടരുത്, മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നായിരിക്കും ഒരുപക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ട്രംപുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഏരിയാസിൽ മാത്രം ടാരിഫിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നായിരിക്കും ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വശം കാണേണ്ടത്, ഇത് ഇന്ത്യയോടുള്ള ഹേറ്റ്രഡ് അല്ല ട്രംപ് കാണിക്കുന്നത്. കാരണം ഈ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രംപിന്റെ 3-4 ഇരട്ടത്താപ്പ് പറയും. ഇന്ന് റഷ്യൻ ഓയിലിന്റെ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചീപ്പായിട്ട് റഷ്യൻ ഓയിൽ മേടിക്കുന്നു. ഈ മേടിച്ച ഓയിൽ റിഫൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? അമേരിക്കയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ടെക്നിക്കലി ഇതേ ഓയിൽ മേടിക്കുകയല്ലേ അമേരിക്ക. അത് ഒരു ഇരട്ടത്താപ്പ്. 2, ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സാങ്ഷൻ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ യുക്രൈന് കാശ് കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് അതൊന്നും ബാധകമല്ല എന്ന് പറയുന്നു. മറ്റൊരു ഇരട്ടത്താപ്പ്. മറ്റൊന്ന് ഒന്നുകൂടി ഇടപെടുകയാണ് ശ്രീ നിർമ്മൽ. മാത്രവുമല്ല, ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കൂടാതിരിക്കാൻ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. യെസ്, അല്ല അത് കൂടാതെ അല്ല, അത് മാത്രമല്ല. കാരണം ഈ ഓയിലിന്റെ കേസിൽ ഇന്ത്യ, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നേരത്തെ മുമ്പ് ഒരു സഹ പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ കമ്പാരിറ്റീവ്ലി സോഫ്റ്റർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഇന്ത്യ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും ചിന്തിച്ചു 2019 ഇറാനുമായിട്ട് സാങ്ഷൻ വെച്ചപ്പം ചൈന പുല്ലുവിലയാണ് കൊടുത്തത്. ചൈന ഇന്നും മേടിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന്റെ ഓയിൽ ഇന്ത്യ അന്ന് തന്നെ നിർത്തി. റഷ്യയുമായിട്ട് പറഞ്ഞപ്പോഴും ഇന്ത്യ കുറച്ചൊരു കൺസെഷൻ കാണിച്ചു. പക്ഷേ എങ്കിലും റഷ്യ നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ണർ ആയതുകൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് അമേരിക്കയുമായിട്ട് ഇന്ത്യ ഏറെക്കുറെ ഡിപ്ലോമാറ്റിക്കലി വൃത്തിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് പക്ഷേ ഒരു ടിപ്പിംഗ് പോയിന്റ് ആണ്. ഞാൻ ഇതിനെ കാണുന്ന ഈ 50% അടുത്ത 3.5 വർഷത്തേക്ക് ട്രംപ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അടുത്ത 20 ദിവസത്തിനുള്ളിൽ തന്നെ നെഗോഷിയേഷനിലോട്ട് പോകും. ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ട്രേഡ് അഗ്രിമെന്റിലോട്ട് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കും. അല്ലാതെ മുമ്പോട്ട് 25% അല്ല 50% ടാരിഫായിട്ട് പോകാൻ വഴിയില്ല. അതിൽ നരേന്ദ്രമോദി പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർഷകരെ, പ്രത്യേകിച്ച് സീ ഫുഡ് എക്സ്പോർട്ടിന്റെ കേസിലും സ്പൈസസിന്റെ കേസിലും ഡയറി പ്രോഡക്ട്സിന്റെ കേസിലും ഒക്കെ ടാരിഫിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് എടുത്തു പറയേണ്ടി വരും. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് എന്തെങ്കിലും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് യൂറോപ്യൻ യൂണിയനുമായിട്ട് എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും ഇന്ത്യ ശ്രമിക്കണം. കാരണം യൂറോപ്യൻ യൂണിയന്റെ പോപ്പുലേഷൻ 450 മില്യൺ ആണ്. അമേരിക്കക്കാലും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു മാർക്കറ്റ് നമുക്ക് അതേ ഉള്ളൂ. അത് വേണം ഇന്ത്യ ഫോക്കസ് ചെയ്യാൻ. ശരി, ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള ബദൽ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് പറയുമ്പോൾ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ, ആ നിലയിൽ ഒരു ബദൽ ഇന്ത്യ സൃഷ്ടിക്കാൻ ഉള്ള സാധ്യതയാണ് മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ റഷ്യയിൽ
പോയിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. റഷ്യൻ പ്രസിഡന്റ് ഉടൻ വിസിറ്റ് ചെയ്യും ഇന്ത്യയിൽ എന്ന് പറയുന്നു. അപ്പോൾ റഷ്യയുമായി ഇതുവരെ തുടർന്നു വന്ന എല്ലാ രീതിയിലുള്ള ബന്ധം അമേരിക്കൻ ഭീഷണി മറികടന്നും തുടരാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ വേണമെങ്കിൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചൈനയിലേക്ക് പോകുന്നുണ്ട്. അവിടെയും ഇത് മറികടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തേടും. ഇന്ത്യൻ താല്പര്യങ്ങൾ ബലി കഴിക്കാതെ എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കും. മാത്രവുമല്ല, അമേരിക്കയിൽ നേരത്തെ നിർമ്മൽ സൂചിപ്പിച്ചതുപോലെ ഇനിയും 3-4 വർഷം സഹിക്കണം. ട്രംപ് എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഭീഷണികളെ അതിജീവിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും ഭീഷണികൾ നേരിടാൻ വേണ്ടി മാത്രമോ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബദൽ എന്നുള്ളത് എല്ലാ രാഷ്ട്രങ്ങളുടെയും ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ ഈ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ തന്നെ ഒരു ആവശ്യമായി വരുന്ന ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് എത്രമാത്രം താങ്കൾ സാധ്യത കാണുന്നുണ്ട്? സാധ്യതയുണ്ട്, പക്ഷേ അത് അത്ര പെട്ടെന്നാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രേഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഒരു എഗ്രിമെൻ്റ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാക്കുന്ന താമസം പോലെ തന്നെ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ടൈമിംഗ് വേണ്ടി വരും. ആ ടൈമിംഗ് എത്ര എടുക്കും എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് ഇവിടെ 2-3 പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഇത് ഒരു വാതുവെപ്പ് മാത്രമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് ട്രംപിൻ്റെ സ്ഥിരം ശൈലിയാണ്. ആദ്യം കൊങ്ങയ്ക്ക് പിടിക്കും, പിന്നെ അയച്ചു കൊടുക്കും. ഇത് തന്നെയാണ് ഇപ്പോഴും എഴുതി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും തിരിച്ച് കൊങ്ങയ്ക്ക് പിടിച്ചാൽ തള്ളും, പിന്നെ ഞങ്ങൾ ഒന്നിച്ച് വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പോകുന്നത്. അതായത് നമ്മൾ 5 റൗണ്ട് ടോക്സ് നടത്തി. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. 5 റൗണ്ട് ടോക്സ് നമ്മൾ ആദ്യം നടത്തിയപ്പോഴും അത് പബ്ലിക് അല്ലായിരുന്നു. അത് നമ്മൾ നടത്തിയ ടോക്സിലെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ടും വരുന്നത്. അപ്പോൾ ഇത്രയും സംസാരിച്ചിട്ടും വരാത്തതുകൊണ്ടാണ് ട്രംപ് അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ കട്ടിയായ തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വരണ്ടു പോകും എന്നുള്ള ധാരണയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ 25% പറഞ്ഞപ്പോൾ ഓടി ചെന്നിട്ട് പാകിസ്ഥാന് 19 അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കും 19-20 ഒക്കെ ആക്കി തന്നാൽ വലിയ ഉപകാരം എന്ന് പറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അത് നടന്നില്ല. അതിന് പുറമെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായിട്ടുള്ള ഈ ഓയിൽ ഇറക്കുമതി യാതൊരു കാരണവശാലും നിർത്താനൊക്കില്ല. കാരണം ഇപ്പം ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത്, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ഇന്ത്യയുടെ സൈന്യത്തിലെ ആധുനികവൽക്കരണം നടക്കുന്നത്, ബോർഡറിലെ നമ്മുടെ ബ്രിഡ്ജസ്, റോഡ്സ്, ഇങ്ങനെ ഇന്ത്യ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വലിയ വലിയ റോഡ്, കേരളത്തിലടക്കം വലിയ റോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ ഡെഫിസിറ്റിൽ ഈ ബാലൻസിൽ നിന്ന് നാം അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ. ഇപ്പം നമ്മളൊരു ഒപ്പെ കൺട്രി അല്ലെങ്കിൽ ഒപ്പെ കൺട്രി പോലെ അവിടെ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ശുദ്ധീകരിച്ച് നമ്മൾ വിദേശ രാഷ്ട്രങ്ങൾ കൊടുക്കുന്നു, അതിൽ നിന്ന് സാമ്പത്തികം നേടുന്നു. ഇതുകൊണ്ട് പല കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം ലോകത്തെ ഒരു വലിയ എക്കണോമിക് പവറായിട്ട് തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പഴയ രീതിയിൽ നിന്നില്ലെങ്കിൽ അത് കിട്ടില്ല. അതോടൊപ്പം നമ്മുടെ കർഷകരെയും അത് ട്രംപിന് നല്ലപോലെ അറിയാം. ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഡയറി ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ഇറക്കുന്നതിന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അങ്ങനെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഓയിൽ നിർത്തുന്നത്, ഓയിൽ അവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ അതും ഇന്ത്യയിൽ വിലക്കയറ്റത്തിനാണ് വരാൻ പോകുന്നത്. വൻപിച്ച വിലക്കയറ്റമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യുകയില്ല എന്നുള്ളത് രണ്ട് കൂട്ടർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിലാണ് നമ്മൾ നെഗോസിയേഷന് വരിക എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം സിലിക്കൺ വാലിയിലും അടക്കമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ഇന്ത്യയാണ് അതിൻ്റെ ബാക്ക് ഓഫീസ്. ഇന്ന് രാത്രിയും ഇവിടെ 10,000-കണക്കിന് യുവാക്കളിരുന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സിലിക്കൺ വാലി മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ചിലർ ഇപ്പം ഇവിടുത്തെ ട്രേഡിനുള്ള ആൾക്കാർ ആകാംക്ഷ കാണിക്കുന്നത് പോലെ, ആങ്സൈറ്റി കാണിക്കുന്നത് പോലെ അവിടെയും ആങ്സൈറ്റികൾ പലതുണ്ട്. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ പുറത്ത് നമ്മുടെ പ്രതിപക്ഷം അടക്കം വിളിച്ചു പോകും, മറ്റിടത്ത് വിളിച്ചു കൂടുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഓരോരോ അലയൊളികൾ അദ്ദേഹത്തിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു എഗ്രിമെന്റിൽ തന്നെ എത്തും. എഗ്രിമെന്റിൽ എത്തിയില്ലെങ്കിൽ താരിഫ്, ഇത് അതൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളിലോടും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും 12ഓളം രാഷ്ട്രങ്ങൾക്ക് ടാരിഫ് പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും നമ്മുടെ സാമ്പത്തിക വിദഗ്ധനും വിദേശകാര്യ വിദഗ്ധനും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇത് അധിക നാൾ മുന്നോട്ട് പോകില്ല, ട്രംപിന് ഒരു എഗ്രിമെന്റിലേക്ക് എത്തേണ്ടി വരും എന്നതാണ്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക് എത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ റോണി കെ ബേബി, ഇവിടെ ഞാൻ ചോദിച്ചുവല്ലോ, ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് പ്രതിപക്ഷം ഒപ്പം ഉണ്ടാകുമോ എന്ന്. ഇന്ത്യൻ എക്കണോമി ഡെഡാണ് എന്ന പരിഹാസം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് എൻഡോസ് ചെയ്യുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഉണ്ടാകുന്നത്. അത്
നിർമ്മലാ സീതാരാമനും മോദിക്കും മാത്രമേ മനസ്സിലാകാതെയുള്ളൂ എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ ഈ പരിഹാസം തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഊഷ്മളമായ ബന്ധം അതിന് കിട്ടിയെന്നുള്ള തരത്തിലൊക്കെയുള്ള പരാമർശമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നോക്കൂ, ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നിൽക്കുന്നു. അത് അമേരിക്കയ്ക്ക് അനുകൂലമാക്കാനുള്ള സമ്മർദ്ദമാണ് അവർ ചെലുത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിൽ കർഷകർക്കുതകുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് ഉതകുന്ന, മത്സ്യ സമൂഹത്തിന്, കശുവണ്ടി മേഖലയ്ക്ക്, അങ്ങനെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളെ ബാധിക്കുന്നതാണ്. കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഓരോ മേഖലയിലും പെട്ടവരുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടാതെ എങ്ങനെ ഒരു കരാറിലേക്ക് പോകാം? അതുമായി ബന്ധപ്പെട്ട് ആശയപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും ഈ പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും ഒക്കെ ഒരു പ്രതിപക്ഷത്തിന് കഴിയുമല്ലോ. പ്രതിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുള്ള ഇടമായിട്ടോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്കല്ലേ ഈ വിഷയങ്ങളെ സമീപിക്കേണ്ടത്? രാജ്യ താല്പര്യങ്ങള് സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നമ്മുടെ രാജ്യ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്? കാരണം നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ, എത്രയോ തവണ മോദി സർക്കാർ ഈ അമേരിക്കയുടെ മുമ്പിൽ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരാജയപ്പെട്ടു. ഇവിടെ പറഞ്ഞു ഹാർലി ഡേവിസിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ഡിക്ലെയർഡ് ന്യൂക്ലിയർ പോളിസിയുടെ ഭാഗമാണ് വിദേശത്തു നിന്നുള്ള പ്രൈവറ്റ് ഏജൻസികളെ നമ്മുടെ ആണവ റിയാക്ടറുകൾ നമ്മൾ അംഗീകരിക്കില്ല. പക്ഷെ എന്ത് ചെയ്തു? അത് നമ്മൾ മാറ്റി. അമേരിക്കയിൽ നിന്നുള്ള പ്രൈവറ്റ് ഏജൻസികൾ, പ്രൈവറ്റ് കമ്പനികൾ, അവർക്ക് നമ്മുടെ ആണവ റിയാക്ടറുകളിൽ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിത്തം നൽകാൻ വേണ്ടി മോദി സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ അമേരിക്ക കണ്ണുരുട്ടിയാൽ ഉടനെ എന്തുകൊണ്ടാ ഈ മെക്സിക്കോയുടെ അടുത്തോ മറ്റു രാജ്യങ്ങളെടുത്തോ ഈ അമേരിക്കയുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാത്തത്? നമ്മൾ കണ്ടു, ഇന്ത്യയിലേക്ക് നാട് കടത്തപ്പെട്ട ആളുകൾ അവരോട് എത്ര മോശമായിട്ട് പെരുമാറിയിട്ട് പോലും ഒന്ന് തിരിച്ച് പറയുവാനോ ഒന്ന് തിരിച്ച് പ്രതികരിക്കുവാനോ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 32 തവണയാണ് ട്രംപ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ആ രീതിയിൽ ഒന്ന് പ്രതികരിക്കുവാനായിട്ട്, ഒന്ന് പ്രതിഷേധിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയിൽ നിന്നുള്ള ദൗത്യസേന അല്ലെ ഇന്ത്യയിൽ നിന്നുള്ള ദൗത്യ സംഘം അമേരിക്കയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് ഈ പാകിസ്ഥാന്റെ വിദേശ ഈ പറയുന്ന പട്ടാള മേധാവിയെ വിളിച്ച് ട്രംപ് അവിടെ വിരുന്ന് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള ആശങ്ക. കാരണം എന്താ, ഇത് വളരെ കൃത്യമായി തന്നെ ഇവിടെ IT അല്ല, ഫാർമസ്യൂട്ടിക്കൽ അല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ചെറുകിട ഈ പറയുന്ന സംരംഭങ്ങൾ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റുകൾ പറഞ്ഞു നമുക്ക് അമേരിക്കയില്ലെങ്കിൽ നമുക്ക് കാനഡയിലേക്ക് പോകാം, ചൈനയിലേക്ക് പോകാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പല മേഖലകളിലും ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്, നമ്മളുമായിട്ട് മത്സരിക്കുന്നത് എന്ന് പറയുന്നത് ഈ 3 രാജ്യങ്ങളാണ്: ചൈന, മെക്സിക്കോ, കാനഡ. പല കാര്യങ്ങളിലും, അതായത് IT അല്ല, ഫാർമസ്യൂട്ടിക്കൽ അല്ല, സ്വർണം ഉൾപ്പെടെ ഉള്ള അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നമ്മുടെ നിയറസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഈ 3 രാജ്യങ്ങളാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടെ താരിഫ് 50-60% ആകുന്നു. അവിടെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ 30% താരിഫ് നിൽക്കുമ്പോൾ അത് അവർക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുമോ, അത് അവരുടെ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുമോ? അതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. അല്ലാതെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയച്ചു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളെ ചൈന സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മള് പിന്നെ ഇവിടെ ഒരു പലചരക്ക് കടയിൽ കൊടുക്കുന്ന സാധനം അവിടെ പിന്നെ വില കൂടുതലാണെങ്കിൽ അടുത്ത കടയിൽ കൊടുക്കാമെന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ സാധനം ഉടനെ അങ്ങോട്ട് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനോ അല്ലെ അങ്ങനെ സാധനങ്ങൾ ഈ പറഞ്ഞ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് കഴിയില്ല. ഇതിനകത്ത് ആത്യന്തികമായിട്ട് കാരണം നമ്മുടെ പാസ്റ്റ് കയറ്റുമതിയെ വേണ്ട എന്നാണോ ശ്രീ റോണി താങ്കൾ സൂചിപ്പിക്കുന്നത്? എന്താണ് നമ്മൾ ബദൽ മാർഗങ്ങൾ തേടുക എന്നല്ലാതെ എന്താണ് ഇതിന് പരിഹാരം? മറ്റ് ഇനിയിപ്പോൾ പറയുന്നുണ്ട് ഈ താരിഫ് കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ ഈ കയറ്റുമതി മേഖല നിലനിൽക്കുമെങ്കിൽ, അല്ലെങ്കിൽ അവരെ അത് ബാധിക്കാതിരിക്കുമെങ്കിൽ ആ ഓപ്ഷൻ പോലും സ്വീകരിക്കുകയല്ലേ ഇന്ത്യ വേണ്ടത്? റോണി, ഹലോ ശ്രീ റോണി കേൾക്കാമോ? എന്നിട്ട് എന്താണ് ചൈനയോട് കാണിക്കാത്ത സമീപനം ഇന്ത്യയോട് കാണിക്കുന്നത്? കാരണം നമ്മൾ സോഫ്റ്റ് ടാർഗറ്റാണ് അമേരിക്ക. നമ്മുടെ പാസ്റ്റ് ഉണ്ടായ പല നമ്മുടെ നടപടികൾ കഴിഞ്ഞ 10-15 വർഷമായി നമ്മൾ അമേരിക്കയ്ക്ക് ശരി, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. റോണി പറയുന്നത് വ്യക്തമാകുന്നില്ല. ശ്രീ ജിതിൻ ദേവ്
സോഫ്റ്റ് ടാർഗറ്റായി ഇന്ത്യ മാറുന്നു, അതുകൊണ്ടാണ് ആവർത്തിച്ചുള്ള ഈ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനോടുള്ള ഊഷ്മളമായ ഇടപെടലുകൾ എന്താണ് എന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കണ്ടതാണ്. അതിനുശേഷം അവിടെ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരുമെന്ന പരിഹാസം കണ്ടു, അവരുമായി കരാർ ഒപ്പിടുന്നത് കണ്ടു. അതിനുശേഷം ഇപ്പോൾ 50% ഏറ്റവും ഉയർന്ന താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് ചതിച്ചു, അത് കൂട്ടുകൂടലിന്റെ പ്രശ്നമാണ്. ഒപ്പം തന്നെ സോഫ്റ്റ് ടാർഗറ്റായി പോകുന്നത് നമ്മളുടെ രാജ്യം ഇതുവരെ തുടർന്നു വന്ന ഈ ഡിപ്ലോമാറ്റിക് നിലപാടുകളിൽ വന്ന വീഴ്ച കൂടിയാണ്. ശ്രീജിതൻ കേൾക്കാമോ? ശ്രീജിതൻ കേൾക്കാമോ? ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഇപ്പോൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം. ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തൊക്കെയാണെന്നുള്ളത് ആർക്കും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നോക്കൂ, നമ്മൾ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പരിഹരിക്കാൻ തയ്യാറല്ല. നമുക്ക് ഈ പറയുന്നത് പോലെ മറ്റു മാർക്കറ്റുകൾ കണ്ടെത്താൻ നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. ചിലപ്പോൾ അതിന് സമയങ്ങൾ എടുത്തേക്കും. കാരണം നമ്മൾ അമേരിക്കയായിട്ട് മാത്രമല്ല ഈ കൂട്ടുകൂടിയിരിക്കുന്നത്. എല്ലാ ലോകരാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഊഷ്മളമായ ബന്ധമുണ്ട്. എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല തരത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കാൻ നരേന്ദ്രമോദിയുടെ കാലത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് ഉദാഹരണം കാണിച്ചു തരാം. നോക്കൂ, റഷ്യയിലേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. $400 ബില്യൺ വ്യാപാരമാണ് നമുക്ക് ഇന്ന് റഷ്യയായിട്ടുള്ളത്. അമേരിക്കയുടെ മാർക്കറ്റ് ഷെയർ ആണ് നമ്മൾ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ എത്രയോ മൗറീഷ്യസുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വന്നു, UAE ആയിട്ട് വന്നു, ഏറ്റവും അടുത്ത ഓസ്ട്രേലിയ, UK ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ മറ്റ് എല്ലാ കാലവും അമേരിക്കൻ മാർക്കറ്റ് മാത്രം ആശ്രയിച്ച് പോകാൻ സാധിക്കും എന്നൊരു സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചില്ല. നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് മറ്റു മാർക്കറ്റുകൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. നോക്കൂ, ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. രാഹുൽ ഗാന്ധി അത് നേരത്തെ രേണുക പറഞ്ഞതുപോലെ ട്രംപിന്റെ ഡെത്ത് എക്കോണമിയെ രാഹുൽ ഗാന്ധി എൻഡോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷൻ അപ്ഡേറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയുടെ ഏതാണ്ട് ഏറിയ പങ്കും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇങ്ങനെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ വിവിധ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ബാലിശമായിട്ടുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. അപ്പൊ പ്രവർത്തിക്കുന്നതൊന്ന്, പറയുന്നതൊന്ന്, ഈ തരത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് നാഷണൽ ഇൻട്രസ്റ്റിന് അനുകൂലമായിട്ട് കോൺഗ്രസ് നിൽക്കും എന്ന് ആരും കരുതുന്നില്ല. ഒരു സാഹചര്യത്തിലും ഇന്ത്യക്കൊപ്പം നിന്നിട്ടില്ല. അങ്ങനെ നിൽക്കാൻ വന്നിട്ടുള്ള നേതാക്കന്മാരെ വിലക്കേർപ്പെടുത്താൻ നോക്കുന്നത്. ഡോക്ടർ ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കാൻ തയ്യാറാകണം. ശരി, എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും എങ്ങനെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇന്ന് ഇതൊരു ബ്ലാക്ക് മെയിലാണ്, എക്കണോമിക് ബ്ലാക്ക് മെയിലാണ് എന്നുള്ള കാര്യം രാഹുൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷം എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടുന്നു, രാജ്യം കൂടുതൽ ശക്തമായ നിലപാടുകളോടെ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെ ബദൽ മാർഗങ്ങൾ തേടുന്നു എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പിന്നോട്ടില്ല എന്ന വ്യക്തമായ സന്ദേശം അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് രാഷ്ട്രം. കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം. Looking stylish, guys. For every style, there is a Celerio.